ഹലോ ഗായ്സ്, ഉണ്ടോ ഞാനൊരു കാച്ചിൽ നട്ടിട്ട് അതൊന്ന് പറിച്ചു നോക്കിയതാണ് കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊരു പറിച്ച് വന്നപ്പോൾ എന്തിനു പറയണം, വലുതായിരുന്നു കേട്ടോ. കണ്ടോ, പൊട്ടിപ്പോയി. ഇതാ ഇവിടെയൊക്കെ പൊട്ടിപ്പോയി. എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ ഇതെല്ലാം പൊട്ടിപ്പോയതാണ് കേട്ടോ. എന്തായിരുന്നാലും ഒരു 5 കിലോയ്ക്ക് മേലുണ്ട് കേട്ടോ. ഉണ്ടോ അത് ഇതിങ്ങനെ ഇനി മറ്റത്തോട്ട് പോയേക്കോ. ഞാൻ ദേ ഈ കമ്പിപ്പാര വെച്ച് ഈ മരത്തെ ചവിട്ടിയാണ് കണ്ടോ. ഈ വെട്ടുകത്തിയൊക്കെ വെച്ചിട്ടാണിത് പറിക്കാൻ നോക്കണേ. എൻ്റെ അമ്മേ, പരിശ്രമിച്ചിട്ട് കിട്ടണില്ല. ഇനി ഇപ്പുറത്തുനിന്ന് ഈ ചവറെല്ലാം മാറ്റണം. ഈ ചവറെല്ലാം മാറ്റി ആ വശം കൂടെ ക്ലിയറാക്കിയാലോ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കിട്ടുള്ളൂ. ഇനി ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഫോട്ടോ ഇടാം കേട്ടോ. എൻ്റെ അമ്മേ, ഞാൻ ഫോട്ടോ ഇടാം. ഇതെല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ ഇടാം കേട്ടോ. അല്ലാതെ ഇനി വീഡിയോ പിടിക്കാൻ നടക്കില്ല. ഇതേ ഒത്തിരി കച്ചറ, ഇതെല്ലാം മാറ്റണം. വിറകും സൈഡിലുള്ള ചെടികളൊക്കെ പറിച്ച് കളയണം. എന്നിട്ട് വേണം. ഓക്കെ, എന്തായിരുന്നാലും ഹാപ്പിയായി. ഇനി കാച്ചിൽ ഇഷ്ടംപോലെ നടാൻ പോവുകയാണ്. ഓരോ മരത്തിൻ്റെ ഇങ്ങനെ ഈ മരങ്ങളിലൊക്കെ ആത്തച്ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കടയ്ക്ക് ഇതുപോലെ നടുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ഇഷ്ടംപോലെ കാച്ചിൽ കഴിക്കാം. കണ്ടോ, എൻ്റെ വീട്ടിൽ ചെടികളാണ് കേട്ടത്. ഇതൊക്കെയാണ് ഹോബി, ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ എൻ്റെ ചെടികൾ. ഇതൊക്കെ ചെടിത്തോട്ടം. ചെറിയ രീതിയിൽ എൻ്റെ ചെടിത്തോട്ടങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. ഇപ്പം ഒന്ന് രണ്ടാമത് റീക്രിയേറ്റീവ് ആക്കണുള്ളൂ കേട്ടോ. ഒക്കെ ശരിയാക്കി വരുന്നേ ഉള്ളേ. ഉണ്ടോ, ഇതാണ് കുറേശ്ശെ പറമ്പ് വൃത്തിയാക്കി ഇങ്ങനെ തീയിടണം. അതുകൂടാതെ ചെടികളൊക്കെ വെച്ച് ഉണ്ടോ. ഇന്നൊക്കെ ഇത് ചേമ്പ് പറിക്കുന്ന ടൈമല്ല, എന്നാലും എന്തോരം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ചേമ്പൊക്കെ പറിച്ചു. എന്നിട്ട് ചാക്കുകളിൽ ഇഞ്ചികളൊക്കെ നട്ടു. ഇനി ക്ലീനാക്കാനുണ്ട്. അതിൻ്റെ തട അങ്ങനെ ചാക്കുകളിൽ ഞാനിങ്ങനെ ചേമ്പ് നട്ടു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. ഓക്കെ, ബൈ.